എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 വേരിയബിൾസിൻ്റെ കേസിൽ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ലിമിറ്റ് x, y ടെൻസ് ടു 2, -2 സ്ക്വയർ റൂട്ട് x - y -2 ഹോൾ ഡിവൈഡ് ബൈ x - 4 x - y -4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്കറിയാം x 2ലേക്കും y -2ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 2ഉം വൈയുടെ സ്ഥാനത്ത് -2 ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് 2 - -2 ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 -2 -4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. അപ്പോൾ 2 -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. സ്ക്വയർ റൂട്ട് 4 അതായത് 2 -2 എന്ന് പറയുന്നൊരു ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 -2 അത് 4 ആണ്. 4 - 4 എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിലും ഉണ്ടാവും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0/0 ഫോം ആണ്. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇതിനൊരു ആൻസർ മാത്തമാറ്റിക്സിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതെങ്കിലും ഒരു വഴി ചെയ്തുകൊണ്ട്, അതായത് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷണലൈസേഷനാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ടേം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൂട്ടും ഉണ്ട്, കോൺസ്റ്റൻറ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്കതിനെ റേഷണലൈസ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് ലിമിറ്റ് x, y ടെൻസ് ടു 2, -2 ആണ്. ന്യൂമറേറ്ററിൽ റേഷണലൈസ് ചെയ്യുമ്പോൾ ഏതൊരു രീതിയിലും അത് മാറുമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് ഗിവൺ ഫംഗ്ഷൻ എഴുതുക. സ്ക്വയർ റൂട്ട് x - y -2 ഡിനോമിനേറ്ററിൽ x - y -4 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ റേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? ന്യൂമറേറ്ററിലെ ടേം ശ്രദ്ധിക്കുക. ഇതിലെ മൈനസിനെ നമ്മളൊന്ന് മാറ്റും. അതായത് സ്ക്വയർ റൂട്ട് x - y ഈ ഒരു മൈനസിനെ മാറ്റി പ്ലസ് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് 2 അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ചേഞ്ച് ഒന്നും വരാണ്ട്, അതായത് മാറ്റങ്ങളൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. x - y +2 എന്ന് ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേം ക്യാൻസലായി കഴിഞ്ഞാലും പഴയതുപോലെ തന്നെ വരും. വലിയ മാറ്റമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ റേഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷന് മുമ്പ് തന്നെ നമുക്ക് ഈ ന്യൂമറേറ്റർ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. കാരണം ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ a - b × a + b ഫോമാറ്റിലാണ് ഉള്ളത്. അപ്പോൾ a - b × a + b എന്ന് വെച്ച് കഴിഞ്ഞാൽ a² - b² ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ a എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് x - y-യും b എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 ആണ്, അതായത് 2 ആണ്. അപ്പോൾ നമുക്കിത് ചെയ്തു നോക്കാം. ലിമിറ്റ് x, y goes to 2, -2 ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ സ്ക്വയർ റൂട്ട് x - yയുടെ ഹോൾ സ്ക്വയർ എന്നും -2ൻ്റെ സ്ക്വയറും ആയിട്ട് വരും. അതായത് a² - b². അപ്പോൾ ന്യൂമറേറ്റർ ശരിയായി. ഇനി ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്ററിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡയറക്റ്റ് അത് തന്നെ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അതായത് x - y -4 എന്നും വിത്ത് x - y +2 എന്നും പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി കൂടിയുണ്ട് ന്യൂമറേറ്ററിൽ. ഇവിടെ നമുക്ക് ലിമിറ്റ് x, y 2, -2ലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ x - y -4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഡിനോമിനേറ്ററിലും x - y -4 ഉണ്ട് അല്ലേ. ഇൻറ്റു നമുക്ക് ഈ ഒരു ടേമിനെ കുറച്ച് മാറ്റിയിട്ട് ഇവിടെ എഴുതാം. അതായത് 1/സ്ക്വയർ റൂട്ട് x - y +2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടേം, ഈ രണ്ട് ടേം സെയിം ആണ്. സിമിലർ ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകും. അതിനുശേഷം നമ്മളൊന്നും കൂടി ഇവിടെ ലിമിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. x, y ടെൻസ് ടു 2, -2 1/സ്ക്വയർ റൂട്ട് x - y +2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇനി ഇവിടെ പ്രശ്നമൊന്നും വരാനില്ല. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ 1/സ്ക്വയർ റൂട്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈയുടെ വാല്യൂ -2 ആണ്. -2 എന്ന് പറഞ്ഞിട്ട് വരും +2. അപ്പോൾ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/ ഡിനോമിനേറ്ററിൽ √4 +2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് 1/2 +2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ 0/0 നിന്നും നമ്മൾ റേഷണലൈസേഷൻ ചെയ്ത് അതിൻ്റെ ഫൈനൽ ആൻസർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലിമിറ്റ് x, y ടെൻസ് ടു 2, -2 സ്ക്വയർ റൂട്ട് x - y -2 ഹോൾ ഡിവൈഡ് ബൈ x - y -4ൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതിലെ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കൺസെപ്റ്റും അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.